Hey, this is Divya. Welcome back to my channel. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാറില്ല. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. 18 വയസ്സിൽ ലൈസൻസ് എടുത്തു. ഫസ്റ്റ് ട്രൈ. ലൈസൻസ് കിട്ടി, രണ്ട് തവണ ഓടിച്ചു. പിന്നീട് ഒരു 18 വർഷക്കാലം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. UAE ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. ഈ വീഡിയോ ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങാത്തവർക്കാണ്. ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇതിന് കാരണം പേടിയാണെങ്കിലും മടിയാണെങ്കിലും ബേസിക്കലി ഇത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപകടം പറ്റുമോ എന്നുള്ള പേടി, ഓർ ഫിയർ ഓഫ് നോട്ട് ബീങ് ഗുഡ് ഇനഫ്, റോഡിൽ പോയി നാണം കിട്ടുമോ എന്നുള്ള ഒരു തരം ആങ്സൈറ്റി. അപ്പം നിങ്ങളുടെ ഡ്രൈവിംഗ് ജേർണി തുടങ്ങാൻ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ചൂസ് ദ റൈറ്റ് പേഴ്സൺ ടു സിറ്റ് ബിസൈഡ് യു. ലൈസൻസ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഡ്രൈവിംഗ് പ്രാക്ടീസിനേക്കാൾ ഉപരി നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം നമ്മൾ നെർവസ് ആയിരിക്കും, മിസ്റ്റേക്സ് വരും, കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ആളായിരിക്കണം. ഷൗട്ട് ചെയ്യുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന, കളിയാക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് പാടെ ഡൗൺ ആവും. ഈ ഒരു ഇനീഷ്യൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് കൊണ്ടാണ് പലരും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്നത്. സോ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളെ തന്നെ കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. റെഗുലർ പ്രാക്ടീസ്. എന്നും ലോങ് ഡ്രൈവ് ഒന്നും പറ്റിയില്ലെങ്കിലും വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കി തിരിച്ച് പാർക്ക് ചെയ്യുക, വീട്ടിൽ നിന്ന് മെയിൻ റോഡ് വരെ പോയിട്ട് വരിക. ഇതുപോലെ ഒരു 10 മിനിറ്റ് ഡെയിലി ഡ്രൈവ് ചെയ്താൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ഇനി ഡ്രൈവ് ചെയ്ത് തുടങ്ങിയാലും ലോങ് ഗ്യാപ്പ് വരാതെ നോക്കുക. വീക്ക്ലി വൺസ് എങ്കിലും കുറച്ച് ദൂരം ഓടിക്കുക. ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. തേർഡ് വൺ, നോ യുവർ വെഹിക്കിൾ. വണ്ടി ഓടിക്കാൻ അറിയുമെങ്കിലും പലർക്കും വണ്ടിയെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ അറിയില്ല. ലൈറ്റ്സ് എങ്ങനെ ഓൺ ചെയ്യാം, വൈപ്പർ സ്വിച്ച് എവിടെയാണ്, ബോണറ്റും ഡിക്കി എങ്ങനെ തുറക്കാം, പെട്രോൾ അടിക്കാൻ പോയാൽ എന്താ ചെയ്യേണ്ടത്, ഇനി ടയർ പ്രഷർ കുറവ് എന്നൊക്കെ പറഞ്ഞ അലേർട്ട്സ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ ഒറ്റയ്ക്ക് കാർ എടുത്തിട്ട് പോകാനൊരു കോൺഫിഡൻസ് വരും. എന്തെങ്കിലും ആവശ്യം വന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ധൈര്യം. ഇതൊന്നും അറിയില്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് എന്തേലും ആവശ്യം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നമ്മൾ പാനിക്കാവും. അപ്പോൾ ഡ്രൈവിംഗ് എന്നുള്ള ഫോക്കസ് മാറും. സോ നമ്മുടെ കാറിൻ്റെ ഫങ്ഷൻസൊക്കെ അറിയുമെങ്കിൽ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകാനുള്ള കോൺഫിഡൻസ് കൂടും. ഗോ അറ്റ് യുവർ ഓൺ പേസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വണ്ടി എടുക്കുമ്പോൾ തിരക്കില്ലാത്ത നിങ്ങൾക്ക് അറിയാവുന്ന റോഡിൽ ഓടിക്കുക. ചിലർ പറയും തിരക്കുള്ള റോഡിലും അറിയാത്ത റോഡിലൊക്കെ ഓടിക്കണം, കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാലേ പഠിക്കുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ അതൊരു പോയിൻ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ലെവൽ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ മാപ്പും റോഡും ഒക്കെ കുറച്ച് കൺഫ്യൂസ് ആകുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഡു ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അറിയാവുന്ന റോഡിൽ സേഫായി ഓടിച്ച് ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷം പുതിയ റോഡിലും തിരക്കുള്ള റോഡിലേക്കൊക്കെ ഇറക്കാം. പ്രാക്ടീസ് പാർക്കിംഗ്. പലർക്കും വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ പാർക്ക് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് വണ്ടി എടുക്കൂല. ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ഷോർട്ട് കട്ട്സ് പഠിക്കും. ഈ മിറർ നോക്കുക, ആ പോയിന്റ് കാണുമ്പോൾ തിരിക്കുക, വളയ്ക്കുക എന്നൊക്കെ. പാർക്കിംഗ് ടെസ്റ്റ് പാസ്സാവാൻ അത് മതി, ബട്ട് റിയൽ ലൈഫിൽ അത് വർക്ക് ആവില്ല. അപ്പോൾ പാർക്കിംഗ് പ്രാക്ടീസ് ചെയ്യണം. വലിയ തിരക്കില്ലാത്ത പാർക്കിംഗ് സ്പോട്ട്സിൽ ട്രൈ ചെയ്യാം. തെറ്റിപ്പോവും, വീണ്ടും ട്രൈ ചെയ്യുക, ശരിയാവുന്നവരെ ട്രൈ ചെയ്യുക. പാർക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ള ചമ്മലൊന്നും വേണ്ട. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. ചിലർ 2 തവണ ട്രൈ ചെയ്താൽ പഠിക്കും, ചിലർക്ക് 10 തവണ ട്രൈ ചെയ്യേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. പിന്നെ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം. വേറൊരാൾ അങ്ങോട്ട് തിരിക്കി ഇങ്ങോട്ട് തിരിക്കി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അപ്പം പാർക്ക് ചെയ്യും, പക്ഷെ അതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടില്ല. അപ്പോൾ സമയമെടുത്ത് എല്ലാ ടൈപ്പ് പാർക്കിങ്ങും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽസ് വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് പറ്റുന്നില്ല. ഇനി ഇത് പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാലും അത് മൈൻഡ് ചെയ്യണ്ട. ചിലപ്പോൾ വണ്ടി റോഡിൽ നിന്ന് പോവും, ആൾക്കാർ ഹോൺ അടിക്കും, ചീത്ത പറയും. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാതിരിക്കരുത്. എല്ലാവരും ഇതുപോലെ തന്നെയാണ് പഠിക്കുന്നത്. ഓടിക്കും തോറും ബെറ്റർ ആവുന്ന ഒരു സ്കില്ലാണ് ഡ്രൈവിംഗ്. നമുക്കാകെ വേണ്ടത് ട്രൈ ചെയ്യാനുള്ളൊരു മനസ്സാണ്. നെവർ ഷോ യുവർ ഫിയർ. നിങ്ങളൊരു ലൈസൻസ് ഹോൾഡറാണ്. എനിക്കും ഈ റോഡിൽ വണ്ടി ഓടിക്കാൻ റൈറ്റ്സ് ഉണ്ട് എന്നൊരു വിശ്വാസം വേണം. എൻ്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും കാറിൽ ന്യൂ ഡ്രൈവർ ബോർഡ് വെക്കരുത്. നമ്മളിത് വെക്കുന്നത് മറ്റ് ഡ്രൈവേഴ്സ് നമുക്കൊരു കൺസിഡറേഷൻ തരും, കുറച്ചും കൂടി ക്ഷമ കാണിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്.
പക്ഷെ നേരെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കുക. നമ്മൾ അത്ര കോൺഫിഡൻ്റ് അല്ല എന്ന് കണ്ടാൽ പലരും ഹോൺ അടിക്കും, കൺഫ്യൂസ് ചെയ്യിക്കും, ഷൗട്ട് ചെയ്യും. അവരുടെ മിസ്റ്റേക്ക് പോലും ചിലപ്പോൾ നമ്മുടെ തലയിലാവും. സോ നമുക്ക് പേടിയുണ്ടാവും, പക്ഷെ ആ പേടി പുറത്ത് കാട്ടാതെ കോൺഫിഡൻ്റ് ആയിട്ട് കാമായിട്ട് ഞാനും കേപ്പബിൾ ആണെന്ന് വിശ്വസിച്ച് ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും അലേർട്ടായിരിക്കണം. നമ്മൾ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് മാത്രമല്ല, മറ്റൊരു ഡ്രൈവർ അശ്രദ്ധമായിട്ട് ഓടിച്ചാലും അതിനനുസരിച്ച് നമുക്ക് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അതിനോടൊരു ഇഷ്ടം വേണം, അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ നടക്കാൻ ഡ്രൈവിംഗ് അറിഞ്ഞേ പറ്റുമെന്നൊരവസ്ഥ വേണം. എനിക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് സ്വയം തോന്നാത്തിടത്തോളം കാലം നമ്മൾ ഡ്രൈവ് ചെയ്യത്തില്ല. വീട്ടുകാർ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്തതൊരു നാണക്കേടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ ആണെങ്കിൽ നമ്മൾ മാക്സിമം പോയി ലൈസൻസ് എടുക്കും, പക്ഷെ ഓടിക്കത്തില്ല. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നാത്തിടത്തോളം കാലം കൂടെ വരാൻ ആളില്ല, അവർ കളിയാക്കി, ഇവർ ചീത്ത പറഞ്ഞു എന്നൊക്കെ ഓരോ എക്സ്ക്യൂസ് സ്വയം കണ്ടെത്തും. ഡ്രൈവ് ചെയ്യുന്ന ഏതൊരാളോടും, എസ്പെഷ്യലി ഏതൊരു സ്ത്രീയോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ പറയും ഈ ഒരു സ്കിൽ നമ്മളെ എത്ര ഇൻഡിപെൻഡൻറ്റ്, കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി ആക്കുന്നു. ഡു യു വോണ്ട് ടു മിസ് ദാറ്റ് ചാൻസ്? എനിക്ക് ഉറപ്പുണ്ട്, ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാത്ത ഒരാളെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഇതുപോലെ ഒരാളാണെങ്കിൽ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏതെങ്കിലും ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് എ കമൻറ്റ്. നിങ്ങളിടുന്ന ഈ കമൻറ്റ് ചിലപ്പം മറ്റൊരാൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആവും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.